ഹലോ ഗായ്സ്, നമ്മൾ ഈദിന് പ്രമാണിച്ച് ടോഫി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വെച്ച് ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, ബട്ടർ, പിന്നെ പാല് ബാക്കി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണിക്കാം. ഓക്കെ ഗായ്സ്, ഞങ്ങളെ ടോഫി പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്, ജോപ്പക്കൂട്ടു. ഇതേ ബിസ്ക്കറ്റിൽ ബട്ടർ ആഡ് ചെയ്തു. ഇനിയും ആഡ് ചെയ്യണോ ബട്ടർ? കുറച്ചും കൂടെ അപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോപ്പ പിണങ്ങിപ്പോയിരിക്കാൻ തോന്നുന്നു ഗൈസ്. അവൻ കാഴ്ച കണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ജോപ്പ പറയാനുള്ളത്? ടോഫി പുഡിങ് കഴിക്കാനായിട്ട് എന്താ ജോപ്പന് പറയാനുള്ളത്? സീൻ ജോപ്പൻ. ടോഫി പുഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ തൻവീനെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൻവി എൻ്റെ ഒരു കസിനാണ്. തൻവി പഠിക്കുകയാണോ? ആണെന്ന് പറഞ്ഞു തമ്പി. ഗുഡ് ഗേൾ ആണേ. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. നമ്മൾ ബിസ്ക്കറ്റും ബട്ടറും കൂടെ വെച്ചിട്ട് വേസ്റ്റ് അല്ല ബേസ്. ഇതാണ് വേസ്റ്റ് എന്ന് പറഞ്ഞ, ബേസിന് പകരം വേസ്റ്റ് എന്ന് പറഞ്ഞ ആളാണ്. ബേസിന് തികഞ്ഞില്ല ഗൈസ്, അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഗൈസ്, നമ്മൾ ഹൈദരാബാദി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനെന്തൊക്കെയാണ് സുനേന്റി? ബരിസ്ത, അതായത് ഒനിയൻ ഫ്രൈ ചെയ്തത്. ഒനിയൻ ഫ്രൈ ചെയ്തതാണ് ഈ ഹൈദരാബാദി ബിരിയാണിയിൽ മെയിൻ കണ്ടന്റ്. ബാക്കിയൊക്കെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കുറച്ച് നേരം വെക്കണം. ഞങ്ങളുടെ അച്ചു നമുക്ക് വേണ്ടി കാരമൽ പുഡിങ്ങിൻ്റെ ബാക്കി പൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരമൽ അല്ല, ടോഫി. സോറി ഗൈസ്, ടോഫി. സുനിയാണ്ടി മട്ടൻ ബിരിയാണി, ഹൈദരാബാദി മട്ടൻ ബിരിയാണിയും പിന്നെന്താ ചിക്കൻ ഫ്രൈയും. ഇതാണ് നമ്മുടെ ഈദിൻ്റെ സ്പെഷ്യൽ. പൊന്നോടെ വെറുതെ വീഡിയോ നോക്കി നിൽക്കുകയാണ്. ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. കണ്ടില്ലേ, വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ട് വർക്കല്ലേ. അച്ചു പരത്തി അടിക്കുകയാണ്. ഇവിടെ ഒരാൾ ചിക്കൻ മസാല, സോറി ഗൈസ്, മട്ടൻ അരച്ചു കെട്ടി. ഇപ്പൊ തന്നെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. തലേ ദിവസം തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. മട്ടൻ തലേ ദിവസം തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. പച്ചമട്ടൻ ആരെയും തിന്നോ? ഒരിടയ്ക്ക് പിന്നെ ഒന്ന് മട്ടൻ മസാല പുരട്ടുന്നു, ഒരാൾ ഇതേ ടോഫി പുഡിങ് ഉണ്ടാക്കുന്നു. രണ്ടുപേരും മാറി മാറി ഉണ്ടാക്കുകയാണ്. കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് ഗൈസ്. തൻവി, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പഠിക്കാൻ മടിയായിട്ട് തൻവി വരുന്നുണ്ട്. ഇത് സവോള വെച്ചേക്കുന്നതാണോ? സവോള വറക്കാൻ. ഓ, മട്ടൻ ബിരിയാണി സവോള. ചൈന ഗ്രാസ് ബോയിൽ ചെയ്യണം. ചൈന ഗ്രാസ് ബോയിൽ ചെയ്യാൻ. ഇപ്പം ഇത് എത്ര ഗ്രാമിൻ്റെ ചൈന ഗ്രാസാ? 1 ലിറ്റർ പാലിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നത് 25 ഗ്രാം. നമ്മളിത് ഈ ബ്രാൻഡിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തേക്കുന്നത്. 10 ഗ്രാമാണ് ഒരെണ്ണത്തിന്. വില എത്ര? 30 രൂപ. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ജോപ്പനും തന്നെയും വന്നിങ്ങനെ എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. സ്വിമ്മിങ് ഉണ്ടോന്നോ? ചൈന ഗ്രാസ് പൊടിക്കുകയാണ്. നമ്മളിത് ഇതിൻ്റെ 2 പാക്കറ്റാണ് എടുക്കുന്നത് നമ്മുടെ ടോഫി പുഡിങ്ങിന് വേണ്ടി. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം. ഗൈസ്, നമ്മൾ ചൈന ഗ്ലാസിൻ്റെ ഇത് തിളപ്പിക്കാൻ പോവാണ്. ഇത് മുങ്ങുന്ന അത്രയും വെള്ളമാണ് വേണ്ടേ? യെസ്, മുങ്ങുന്ന അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കണോ? യെസ്, ഇത് തിളച്ച് ഇതിങ്ങനെ ഡിസോൾവ് ആയി വരും. ഓ, നമ്മൾ പാൽ ഒഴിക്കാൻ പോവാ. എത്ര പാലാണ് വേണ്ടേ? 1 ലിറ്റർ പാലാണ് വേണ്ടേ. പട്ടിഷോ കാണിച്ചിട്ട് ഇതേ പാലെല്ലാം നിലത്ത് വീണു ഗൈസ്. പൊന്നുവിനെ തട്ടിയിട്ടാണ്. പിന്നെ ഞാനും തട്ടിയിട്ടൊന്നുമല്ല ഗൈസ്. കണ്ടില്ല ഗൈസ്, അവളിവിടെ മൊത്തം തവിട് പൊടിയാക്കി. ചൈന ഗ്രാസ് വിട്ടു വന്നോ? ഇല്ല, കുറച്ചുകൂടെ ഇങ്ങനെ
ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഇങ്ങനെ കണ്ട കുറച്ച് പീസൊക്കെ കിടക്കണം. ഹായ് പറ ഹായ് ഗൈസ് പറ. നമ്മുടെ വോയിസിന്റെ ഉടമസ്ഥ എല്ലാ വീഡിയോയിലെയും ക്യാമറാമാൻ കം വോയിസ്. സ്മെൽറ്റ് ആയി കഴിഞ്ഞു ഗൈസ്. നമ്മൾ പുറത്ത് പാല് തിളപ്പിക്കാൻ വെച്ചേക്കുവാണ് ഗൈസ്. പാല് തിളയ്ക്കണം ഗൈസ്. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാലസ് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. പാല് തിളയ്ക്കാൻ വെച്ചേക്കുന്നു. അവിടെ ചൈന ഗ്ലാസ് റിച്ച് മിൽക്ക് ആയതുകൊണ്ട് എനിക്ക് ഇത്ര പാടാം. റിച്ച് മിൽക്കാണോ? പണക്കാരുടെ പാല്. അമീർ ദൂത്. അമീർ ദൂത്. ഞങ്ങൾ പാവപ്പെട്ട വീട്ടില് നമ്മൾ എത്ര വലിയ പാല് ഉപയോഗിക്കുന്നില്ല. ഫ്രയറിൽ വെച്ച് സവോള അങ്ങനെ പറഞ്ഞാൽ കരിച്ചല്ല വറുത്തു. സവോള ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ഹൈദരാബാദ് ബിരിയാണിക്ക് വേണ്ടി പുഡിങ്ങിന് വേണ്ടിയുള്ള ഓട്ടം. ഒരു വർഷത്തെ ഹൈദരാബാദ് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഓട്ടം. അത് ഇതേ അരച്ച് വരട്ടെ മട്ടണിലേക്ക് ഇതേ സവോളയെല്ലാം ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിക്കുന്ന അസുലഭ നിമിഷം. അസുലഭ നിമിഷം അത് തന്നെ. സ്നേഹി പറഞ്ഞത് ഇത് ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ടെന്നാണ്. നമുക്ക് നോക്കാം പിരിയുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ റിച്ച് പാല് പാവപ്പെട്ട പാലായി മാറും. ഗായ്സ് ടോഫി പുഡിംഗ് മിക്കവാറും കുറവാൻ ചാൻസ് ഉണ്ട്. പാല് പിരിഞ്ഞു പോയി ഗായ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ടിപ്സ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഗായ്സ്. രാമൻകുട്ടി തളരരുത്. നമ്മൾ പാല് പിരിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പിരിഞ്ഞ പാലിനെ കൊണ്ട് നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കി ചീസ് കേക്ക് ഉണ്ടാക്കാൻ പോകണം ഗൈസ്. ടോഫി പുഡിംഗ് മാറ്റി നമ്മൾ ചീസ് പുഡിംഗ് കേക്ക് ആക്കാൻ പോകണം ഗൈസ്. നമ്മൾ അച്ഛൻ തളരില്ല, അങ്ങനെയാണ് തീയിൽ കൊടുത്തവളാണ്. അതെ, നമ്മുടെ പിരിഞ്ഞ പാലിൽ ചീസ് ക്രീം ആക്കാൻ വേണ്ടി ഇത് ക്രീം ചീസ് ആക്കാൻ വേണ്ടി ഇത് എന്ത് തുണിയാ? മസ്ലിൻ. എന്തുവാ? അങ്ങനത്തെ തുണിയാണ് ഗൈസ്. ഇപ്പം നമ്മൾ ചീസ് ഇത് എന്ത് ചെയ്യാൻ പോവാ? എന്താ ചെയ്യാം? മസ്ലിൻ ക്ലോത്തിലരിക്കാൻ പോവാം. അതെ, മസ്ലിൻ ക്ലോത്തിലരിക്കാൻ പോവാണ്. എന്ത് ചെയ്ത് നമ്മൾ ഫുൾ വെള്ളം കളഞ്ഞ് അരിച്ചു വെക്കാം. ചൂടാണ് ഗൈസ്. തളരില്ല ഗൈസ്, തളരില്ല. നമ്മൾ തളരില്ല. നമ്മൾ അതിനെ ചീസ് കേക്ക് ആക്കാം. അല്ല ചീസ് ഗൈസ്. നമ്മളത് ചീസ് ചീസ് എന്താക്കി ക്രീം ചീസ് പിരിഞ്ഞ് വെച്ചിട്ട് നമ്മളത് ഫ്രഷ് ക്രീം ഒഴിക്കുകയാണ് ഗൈസ് അതിനകത്തോട്ട്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ട അച്ചു? ഇതിന് വിസ്ക് ചെയ്യണം ഗൈസ്. നമ്മളത് വിസ്ക് ചെയ്യുവാണ്. ഇതിന് ഏത് കൺസിസ്റ്റൻസ് ആവണം? ഇതിങ്ങനെ ക്രീം പോലെയാണ്. ഞാനും കുറച്ച് ഇറക്കാം. എന്താ നമ്മൾ മിൽക്ക് മെയ്ഡ് കൊണ്ട് ഇടുകയാണ്. കാരമൽ ചെയ്യാൻ വേണ്ടി ആ സാധനം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഇത് എന്താ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരമൽ ടോഫി പുഡിങ്ങിന് വേണ്ടി, ചീസ് പുഡിങ്ങിന് വേണ്ടി. ഗായ്സ് നമ്മൾ മിക്സിയിൽ ഇറക്കിക്കൊണ്ടിരുന്നത് ഇതായതുകൊണ്ട് മിക്സിയിലിട്ട് അടിക്കാൻ തീരുമാനിച്ചു. ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ. ഇനി ഒന്നുകൂടെ നമുക്ക് മിക്സിയിട്ട് അടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളത് തണ്ണിക്കൊട്ടെ മിൽക്ക് മെയ്ഡ് കട്ട് തന്നെയാണത്. നമ്മൾ അടുത്ത ഇതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് മാറി. ഇപ്പോൾ ചെറുതായിപ്പോയി, അതുകൊണ്ട് നമ്മളാ ബിസ്ക്കറ്റ് ലെയർ ഇതിലേക്ക് മാറ്റി വാട്ട്ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ചീസ് ക്രീം ഒഴിക്കുകയാണ്. എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം.
വേറൊരു കുഞ്ഞു പാത്രത്തിൽ ഉണ്ടാക്കിയാലോ? കാരണം ഇതുണ്ട് കൂടുതലുണ്ടോ? പക്ഷെ ഇച്ചിരി കട്ടിയില്ലല്ലോ ഇവിടെ. കട്ടി വേണ്ടേ? കട്ടി വരാം. മതി. തന്വിക്ക് എന്താണ് പറയാനുള്ളത്? ചെറിയ ബൗളിൽ ചേച്ചി തന്വിക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു അച്ചു. അങ്ങോട്ട് നോക്കട്ടെ. ഇത് മതിയോടെ? കാണുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതാകുമായിരിക്കും. ബോയൊക്കെ ആയിട്ട് കൊടുത്തേ. ബോയും ഇതെന്തുവാ? മൂന്നും എന്താണ്ടൊക്കെയോ. നമ്മുടെ ഈദ് വൈബാണ്. ഞങ്ങൾ പാട്ട് പാടും. പാട്ടും എല്ലാ വൈബും കഴിഞ്ഞ ശേഷം നമ്മുടെ മട്ടൻ ബിരിയാണി വന്നിരിക്കുന്നു. ചിക്കൻ ഫ്രൈ വന്നു, സാലഡ് വന്നു, എല്ലാം വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാരമൽ പുഡിങ് മാറി, അത് കാരമൽ ചീസ് പുഡിങ് ആയി. അങ്ങനെ അത് മാറി അവസാനം എന്തൊരു രീതിയിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ചിക്കൻ ഫ്രൈയും പിന്നെ കുളവായെന്ന് പറഞ്ഞാലും കാരമൽ പുഡിങ്ങും അതും അടിപൊളിയായിരുന്നു. ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി തന്ന സുനിയ ആൻറ്റിക്ക് എൻ്റെ നന്ദി ബോധിപ്പിക്കുന്നു. എല്ലാവരും പിന്നെ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.